ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഫേസ് റൈസർ എങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം. നമുക്ക് ആദ്യം മുടിയൊക്കെ ഒന്ന് കെട്ടിയേക്കാം. മുഖം ഒന്ന് ജസ്റ്റ് വെള്ളം കൊണ്ട് കഴുകി ഫേസ് വാഷ് ഇടാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടണം. മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ലെങ്കിൽ റാഷസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടുക. അപ്പോൾ ഇതൊരു 45 ഡിഗ്രിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതാ എപ്പോഴും ഒരേ ഡയറക്ഷനിൽ ചെയ്യാണ് നല്ലത്. നമ്മുടെ ഐബ്രോസ് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ പണി കിട്ടും. ഐബ്രോസിൻ്റെ അവിടെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഐബ്രോസ് മുറിഞ്ഞൊക്കെ പോകും ഗൈസ്. പിന്നെ പകുതി തിരികായിട്ട് നടക്കേണ്ടി വരും. എനിക്ക് ഐബ്രോസ് അധികം ഷേപ്പ് ചെയ്യാൻ ഇഷ്ടമല്ല, പക്ഷെ ഇത് യൂസ് ചെയ്തിട്ട് ഐബ്രോസിന് ഷേപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ചീന്തിയിട്ട് കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഷേപ്പ് ചെയ്യാം. പക്ഷെ എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മൾ ഫേസ് റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത്. ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഞാൻ അതൊക്കെ നല്ല രീതിക്ക് യൂട്യൂബ് വീഡിയോസ് വേറെ കണ്ട്, ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല എന്ന് കണ്ടതിന് ശേഷമാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. ഇതുവരെ എനിക്കൊരു ഓവർ ഗ്രോത്തും തോന്നിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മുടെ ഹെയർ ആണെന്ന് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യുക, നമ്മൾ ഇവിടുന്നാണ് ഷേവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫേസ് റൈസർ യൂസ് ചെയ്തിട്ട് കളയുന്ന ഹെയർ ഇവിടുന്നാണ്. അപ്പോൾ ഇത്രയും ഹെയർ പോവും. പിന്നെ വരണത് ഇതാ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്, ഇത് ഇത്തിരി കൂടി തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ തിക്നെസ് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഓവർ ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത്. ഇത് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫേസിൽ മുറിവൊന്നും ആവാതെ നോക്കുക. നല്ല ലൈറ്റുള്ള മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ചെയ്യുക. ഓവർ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല റൈസർ യൂസ് ചെയ്യുക. വില കുറഞ്ഞ 20-30 രൂപയ്ക്കൊന്നും വാങ്ങാണ്ട് കുറച്ച് വില കൂടി ഒരു രൂപയ്ക്ക് 100-130 രൂപയ്ക്കൊക്കെ കിട്ടും. ആ ഒരു റേഞ്ചിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫേസ് റൈസർ യൂസ് ചെയ്യുക. ഞാൻ അതിന് ശേഷം ഒന്നും കൂടി മുഖം വാഷ് ചെയ്തിട്ട് അലോവേര ജെല്ലോ മോയ്സ്ചറൈസറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം എപ്പോഴും ഒരു സ്കിൻ കെയർ ചെയ്യണതിൻ്റെ മുന്നേ ഇത് ഫേസ് റൈസർ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ചും കൂടി നമ്മൾ അപ്ലൈ ചെയ്യണ ഹോം മെയ്ഡ് പ്രോഡക്റ്റ്സ് ആണെങ്കിലും എന്ത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഒന്ന് അബ്സോർബ് ആയി പോകും. അപ്പോൾ അതുപോലെ തന്നെ മേക്കപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് പ്രൈമർ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇടാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മേക്കപ്പ് നല്ല രീതിക്ക് സ്കിന്നിലേക്ക് പോകും. അതേപോലെ അപ്പോൾ എന്താവും, സ്കിന്ന് ഡാമേജ് ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആയി തോന്നുന്നു. വേറെ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും അത് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അടുത്തൊരു സ്കിൻ കെയർ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അതും കൂടെ നെക്സ്റ്റ് ഡേ ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ പോയി നോക്കണേ. ബൈ.